കേരളം കണ്ട ഏറ്റവും മഹാനായ ഒരു മനുഷ്യനാണ് ആദി ശങ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ ജയന്തിയാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്. ആദിശങ്കരൻ്റെ ജന്മദിനം കേരളം മറന്നു. പക്ഷേ ഓർമ്മിപ്പിച്ചു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞത്തെ ഈ സീപോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനിടയ്ക്ക്, അത് കമ്മീഷൻ ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്, ഇന്ന് ശങ്കര ജയന്തിയാണ് എന്ന്. എന്താണ് സാർ, കേരളം ശങ്കരനെ ശരിക്കും മറന്നോ? ഇത്ര നന്ദി കെട്ടവരാണോ മലയാളികൾ? പ്രശാന്ത്, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് കേട്ടോ. ഇതൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വേണ്ടി വന്നല്ലോ എന്നുള്ളത് മലയാളികൾ ആരെങ്കിലും ഓർത്തോ? നമുക്കിവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുണ്ട്, സാംസ്കാരിക വകുപ്പുണ്ട്, സാംസ്കാരിക നായകന്മാരുണ്ട്. അതാണ്, ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അഥവാ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പരസ്യം കൊടുക്കുകയാണ്, ശ്രീശങ്കര ജയന്തിയിൽ നമ്മൾ രാജ്യത്തിന് കേരളത്തിൻ്റെ ഒരു വൻ സംഭാവന എന്ന് പറഞ്ഞ് പിണറായി വിജയൻ സർക്കാർ കൊടുത്തു കഴിഞ്ഞാൽ പിണറായി ഉടനെ സംഘിയായി എന്നൊക്കെ വേണമെങ്കിൽ ചിലർ വ്യാഖ്യാനിച്ചു കളയും. ശ്രീശങ്കരനെയൊക്കെ നമ്മൾ ഇപ്പം ശ്രീശങ്കരനെ കുറിച്ചൊരു ടോക്ക് നടത്തുമ്പോൾ ചില പ്രേക്ഷകർ ഇവർ രണ്ടുപേരും സംഘിയാണ്, അല്ലെ ഇത് സംഘി ചാനലാണ് എന്ന് പറയുന്നവരാണ്. ശ്രീശങ്കരൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. കേരളം രാജ്യത്തിന് സംഭാവന ചെയ്ത മഹാനായ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലടിയിൽ ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്നെ പാർലമെന്റ് മണ്ഡലത്തിലാണല്ലോ ഈ പിന്നെ കാശി മണ്ഡലം വരുന്നത്. അവിടെ പിന്നെ ശങ്കരാചാര്യരുടെ വലിയ പ്രതിമയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. കാലുകൊണ്ട് അടിവെച്ചവൻ്റെ നാടാണ് എന്നാണ് സുകുമാർ അഴീക്കോട് ഒരിക്കൽ പ്രഭാഷണത്തിൽ പറഞ്ഞത്. കാലുകൊണ്ട് അടിവെച്ചവൻ, ഇന്ത്യ മുഴുവൻ നടന്നു പോയവനല്ലേ ആ ശങ്കരാചാര്യരുടെ മുന്നിൽ നമിക്കേണ്ടി. സാറ് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, കാശിയിൽ വലിയ ശാസ്ത്രാർത്ഥം നടത്തിയിട്ടുണ്ട് ശങ്കരാചാര്യർ. അദ്ദേഹം ബൗദ്ധ ജൈന പണ്ഡിതന്മാരെ എല്ലാം കാശിയിൽ വെച്ച് വലിയ വിദ്വത് സദസ്സിൻ്റെ മുമ്പിൽ വെച്ച് വലിയ ശാസ്ത്രാർത്ഥം നടത്തി അവരെ പരാജയപ്പെടുത്തി സനാതനധർമ്മത്തിൻ്റെ വൈദിക ധർമ്മത്തിൻ്റെ മഹത്വം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത ആളാണ് ശങ്കരാചാര്യ. ഈ ശ്രീശങ്കര ജയന്തിയൊക്കെ വരുന്നത് ഇത് വൈശാഖ മാസമാണ്. വൈശാഖ മാസത്തിലാണ് ശ്രീശങ്കര ജയന്തിയും വ്യാസ ജയന്തിയും ഇതൊക്കെ നരസിംഹ ഇതൊക്കെ വരുന്നത് ഈ മാസങ്ങളിലാണ്. അതിന് ഈ ഒരു പുണ്യമാസമാണ്. പ്രത്യേകിച്ച് ഗുരുവായൂർ അതിന് വലിയ പ്രാധാന്യവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇത്രത്തോളം പ്രധാനമന്ത്രി അതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടുത്തെ ഒരുത്തർക്ക് ഇത് പോട്ടെ, പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ടത് പത്രമാധ്യമങ്ങളോ മറ്റു മാധ്യമങ്ങളോ അത് എടുത്തു കാട്ടിയില്ല. ശങ്കരനെ എന്നേ മറന്നു. ഇത് ഞാൻ ചോദിച്ചത്, ശ്രീശങ്കരനൊക്കെ ജീവിച്ചിരുന്നവരാണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ലാതെ ഇത് പിന്നെ അദ്ദേഹമാണ് 4 പ്രസിദ്ധങ്ങളായ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഭാരതത്തിന്റെ ആധ്യാത്മിക ചൈതന്യം നിലനിർത്തിയത് ശങ്കരനിലൂടെയാണ് എന്ന് മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് പിന്നൊരു പീഠം, കാഞ്ചി കാമകോടി പീഠം ഇവിടെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന കൃതി തന്നെ മതിയല്ലോ, അതിനപ്പുറം എന്ത് വേണം? ഇതൊക്കെ ഇവിടെ ഇരുന്ന് വെറുതെ ചളുവായടിച്ച മന്ത്രി റിയാസിനോ വേദിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഇരുന്ന് ഡബിൾ എ റഹീമിനോ വല്ലവും അറിയാമോ? ഇത് വലിയൊരു സംഭാവനയല്ലേ? ഇപ്പം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സംഭാവന പ്രസ്ഥാനത്രയിയാണ്. ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം, ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം, അതുപോലെ വേദാന്ത ദർശനത്തിനും ഭാഷ്യം ചെയ്തു അദ്ദേഹം. ഭാഷ്യം ചെയ്ത് ശരിക്കും സനാതനധർമ്മത്തെ പുനഃസ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യം അതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അവതാര ഉദ്ദേശം, ഒരു യുഗപുരുഷനായിട്ടാണ് ശങ്കരനെ മഹാന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നത്. ആദിശങ്കരൻ യുഗപുരുഷനായിരുന്നു. ഒരു യുഗത്തിൽ മാത്രം അവതരിക്കുന്ന ഒരു മഹാനായ ഈശ്വരാനുഗ്രഹം അങ്ങേയറ്റം ലഭിച്ച ഒരു വ്യക്തിത്വം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പ്രശാന്ത്, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്
രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ അഭിമാനമായിട്ടാണ് നരേന്ദ്രമോദി എടുത്തിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കേരളക്കരയുടെ അല്ലെ തിരുവനന്തപുരത്തിൻ്റെ മാത്രമായിട്ടൊന്നും അല്ല അദ്ദേഹം കണ്ടിരിക്കുന്നത്. രാജ്യത്തിന് തന്നെ അഭിമാനം. അദ്ദേഹം പറഞ്ഞല്ലോ, ഗുജറാത്തിൽ പോലും ഇത്രയും വലിയ തുറമുഖം ഇല്ലല്ലോ എന്ന് അവിടെ ചോദിക്കൂ എന്നോട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അതിന് ശരിയാണ്. ഒരു കാരണം കൂടിയുണ്ട്. പ്രകൃതിദത്തമായ ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമാണ് ഇവിടെ. അതാണല്ലോ നമ്മൾ മദർ പോർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു പോർട്ട് നിങ്ങൾ കൊച്ചു കേരളം സംഭാവന നൽകി. അതിനും മുമ്പ് തന്നെ നിങ്ങൾ നൽകിയ ഏറ്റവും വലിയ മറ്റൊരു സംഭാവനയാണ് ശ്രീശങ്കരൻ. അത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്നതാണ്. അതെ, ഇപ്പൊ നമ്മൾക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഞാൻ ശങ്കരൻ്റെ നാട്ടിൽക്കാരനാണ്, അല്ലെ ഞാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടുകാരനാണ്, അല്ലെ ചട്ടമ്പി സ്വാമികളുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അഭിമാനിക്കുന്ന എത്ര പേരുണ്ട്? വെളിയിലൊക്കെ പോലും ഞാൻ പിണറായിയുടെ നാട്ടുകാരനാണെന്നാണ് പറയുന്നത്. അല്ലല്ലോ, അല്ല, ശ്രീശങ്കരൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പൊ നരേന്ദ്രമോദി പല ഉച്ചകോടികളിലൊക്കെ സമ്മേളിക്കുമ്പോൾ പറയും, ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്നവനാണ്, ലോകത്ത് സമാധാനം കാക്ഷിക്കുന്നവനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഹിംസ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ആളാണ് ബുദ്ധൻ. അതെ. അപ്പൊ ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഇതെനിക്ക് തോന്നുന്നു അവിടെ കൂടിയിരുന്നവരോ വേദിയിലിരുന്നവരോ അന്തം വിട്ടു കാണും. ഇത് ഏത് ശങ്കരനാണെന്ന് ചോദിക്കുന്നവരുണ്ടാകും. അങ്ങനത്തെവരാണ് ഉള്ളത്. പിന്നെ കോൺഗ്രസ്സുകാരും അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് ആലോചിക്കത്തില്ല. കോൺഗ്രസ്സുകാർക്കാണ് പൊതുവെ ഇങ്ങനെയുള്ള ജ്ഞാനം കുറവ്. പിന്നെ CPM-ൽ ഇപ്പോൾ ഉള്ളവർക്ക് കുറവാണെന്നുള്ളതാണ്. പണ്ടുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അവർ ശ്രീശങ്കരനെയും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്കറിയാവുന്ന. ഇപ്പം ഇവർ പറയുന്നത്, ഇപ്പം ശ്രീശങ്കരനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പിന്നെ ഒരു സംഖ്യയായിട്ട് കാണുക ഒക്കെ ചെയ്യും. പക്ഷേ ഈ ക്രൈസ്തവ സഭയിൽ ഒരു മർത്തോമ സഭയിൽ ഒരു ബിഷപ്പ്, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ദർശനത്തെക്കുറിച്ച് പഠനത്തിനാണ് ഡോക്ടറേറ്റ്. മർത്തോമ സഭയിലെ മാർ തിയോഡിയഷ്യസ് എപ്പിസ്കോപ്പ ഡോക്ടറേറ്റ് ഉണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിലാണ്. ഞാനിത് മനസ്സിലാക്കിയത് പിന്നെ ഡോക്ടർ D. ബാബു പോൾ സാറിൻ്റെ പ്രസംഗം കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാബു പോൾ സാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹമൊക്കെ എത്ര സൗഹാർദ്ദത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെ പഠിച്ചത്. ഇപ്പം മാർപ്പാപ്പയുടെ അടുക്കൽ പിന്നെ ഇത് ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ അവതരിപ്പിച്ചില്ലേ. അപ്പോൾ പുറം ലോകങ്ങളിൽ നമ്മുടെ ഒക്കെ തന്നെ പിന്നെ ആചാര്യന്മാരെയൊക്കെ അവരെ ആരാധിക്കുകയും ഒക്കെ ചെയ്യും, ബഹുമാനിക്കുകയും അത് പഠനം നടത്തുകയും ഒക്കെ ചെയ്യും. നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവിനെ ആയാലും ശങ്കരനെ ആയാലും അവിടെയൊക്കെയാണ് ശരിക്കും ശ്രീശങ്കരൻ്റെ ഇപ്പം ഒരു പാഠഭാഗം വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഇവിടെ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ശ്രീശങ്കരനെ കുറിച്ച് പഠിച്ചേ പറ്റൂ. നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിന് തന്നെ ശങ്കരന്റെ പേര് കൊടുക്കണം എന്നൊരാവശ്യം ഉയർന്നതാണ്. പക്ഷെ അതാരും ഇതുവരെ ചെവിക്കൊണ്ടില്ല. ശക്തമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകും. അതാണ് കറക്റ്റ്. ശങ്കരന്റെ നാടാണല്ലോ കാലടി. സംശയമുണ്ട്. ഇത് ഏവർക്കും, ഏത് കമ്മ്യൂണിസ്റ്റുകാരനെ ഏത് പാർട്ടിക്കാരനല്ല ഏത് മലയാളിക്കും പറയാം. അതെ, ഇത് ശ്രീശങ്കരന്റെ നാടാണ്, ശങ്കരൻ പറന്ന മണ്ണാണ് എന്ന് പറയാൻ കഴിയുന്നുള്ളത്. എന്തായാലും മോദിജി നമ്മളെ ഓർമ്മിപ്പിച്ചല്ലോ. അതെ, പ്രധാനമന്ത്രി വേണ്ടി വന്നു. എന്തായാലും അദ്ദേഹത്തോടെ നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.